ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ട NXT ആണ്, സ്പ്ലെൻഡർ NXT ആണ് വണ്ടി. ചെയിൻ സ്പോക്കറ്റൊക്കെ മാറാൻ വേണ്ടി കയറ്റിയാണ് കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിലവിൽ ചെയിനും സ്പോക്കറ്റും കംപ്ലൈൻറ്റ് ഉണ്ട്. വീൽ റബ്ബർ അത്യാവശ്യം ഓവലായിട്ട് പോയിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ കിടക്കണം. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ആണ്. ഈ ചെയിൻ സ്പോക്കറ്റ് ആയാലും വീൽ റബ്ബർ ആയാലും ബ്രേക്ക് ഷൂ ആയാലും എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് നമുക്ക് കിടക്കണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പോക്കറ്റ് ബെയറിങ്ങിനും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബെയറിങ് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങൾ മാറ്റാനായിട്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് സ്പോക്കറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്പോക്കറ്റ് ഓയിൽ സീൽ ലീക്കായിട്ട് ഈ സൈഡിലേക്ക് മൊത്തം ഓയിൽ ലീക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിടാം. ഈ വരുന്ന ഗിയറിൻ്റെ പ്ലഗ് റബ്ബർ, ഗിയർ കൗണ്ടറിൻ്റെ അത് തന്നെയാണ്, ഗിയർ സെലക്ടറിൻ്റെ ഭാഗത്ത് തന്നെ പ്ലഗ് റബ്ബർ പറയാം, അതായിട്ട് കൂടി മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളൂ കേട്ടോ, ലീക്കിൻ്റെ കേസ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. ബ്രേക്ക് കേബിൾ ടൈറ്റാണ്. അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക് എന്തായാലും ഫ്രണ്ട് വീൽ അഴിക്കണം, കാരണം വീൽ ബെയറിംഗ് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ അറിയാം, നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ നിന്ന് ലീക്കായിട്ട് തുരുമ്പ് തന്നെയാണ് ഈ കാണുന്നത്. അതായത് ബെയറിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പ് തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. വീൽ ബെയറിംഗ് മാറ്റാം, ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിലത്തെ മാറ്റാം, ആക്സിലേറ്റർ കേബിൾ മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്ക്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെറിയതായിട്ട് ഒരു അല്പം കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ടോപ്പപ്പ് ചെയ്തിട്ടേക്കാം. ഏകദേശം ഒരു കുറച്ച് ഏകദേശം എനിക്കൊരു 150-200 മില്ലിയോളം കുറവുണ്ട്. ഈ അടിയിലെ സ്റ്റെപ്പിലാണ് കാണുന്നത് കേട്ടോ. ഗേറ്റ് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ, ആ ഓയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടോപ്പപ്പ് ചെയ്തിടാം നമുക്ക് കേട്ടോ. പിന്നെ ഈ ബാക്കിൽ വരുന്ന ഈ ടൈലൈറ്റ് ഗ്ലാസ് വേണമെങ്കിൽ മാറ്റിയിടാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോക്കിൽ വന്ന് കിടക്കുന്നുണ്ട്. കാരണം ഈ സാധനം നിങ്ങൾ തപ്പിയാൽ അല്ലാണ്ട് തപ്പിയൊക്കെ കിട്ടണ സാധനം ഉള്ളത്. അതായത് 100-150 രൂപ കണ്ടാണ് അതിന് വന്നോളൂ സംഭവം, ഈ ഗ്ലാസ് മാത്രമായിട്ട്. കാരണം ഈ സാധനം അല്ലാണ്ട് തപ്പി കിടന്നാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഓർഡർ മാറി വന്നേക്കണതാണ് പഴയ മോഡലിൻ്റെ. കാരണം ആ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് വന്ന് കിട്ടിയാണ് സംഭവമാണ്. വേണമെങ്കിൽ നമുക്കത് മാറ്റിയിടാം കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു 130-140 രൂപ അങ്ങോട്ട് വില വന്നുള്ളത്, ഗ്ലാസ് മാത്രം. അപ്പോൾ നല്ല പുതിയ ഇതുപോലെ ഇരിക്കുകയും ചെയ്യും. ഞാൻ എസ്റ്റിമേറ്റിൽ ഇട്ടേക്കാം, വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ, നമുക്ക് ഒഴിവാക്കാം. ഞാൻ കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. കാരണം പിന്നീട് നമ്മൾ തപ്പി കിടന്ന ഒരു വർഷം ചിലപ്പോൾ ആ സാധനം കിട്ടില്ല. NXT ആകുമ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും അവൈലബിൾ അല്ല, കിട്ടുമ്പോൾ മേടിച്ച് വയ്ക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. വർക്കിന് ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമുക്കൊരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞങ്ങൾ എത്തിച്ചേക്കാം. ഓക്കെ.